All are fine? Yes. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ടു ദ മാർക്കറ്റ് എന്ന ലെസൺ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ? Okay, all of you take your textbook. Please listen here. Page number 5. Okay, at Mike's ice cream parlor. This one, father. Raman, can I get a chocolate ice cream for you? Raman, no papa, I do not want a chocolate ice cream. I want a strawberry ice cream. Father buys 1 strawberry ice cream and 2 chocolate ice creams. They all eat ice creams. Raman, thank you very much for bringing me to the market. I had a lovely time. Mother, I too enjoyed shopping. Father, I think it is time for lunch. Let's go back home. അങ്ങനെ അവരെന്താണ് നമ്മുടെ ബേക്കറിയിൽ നിന്ന് ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം അവരെന്താണ് ഐസ്ക്രീം കഴിക്കാനായിട്ട് ഐസ്ക്രീം പാർലറിലേക്ക് എത്തി. ഓക്കെ, ഫസ്റ്റ് ഫാദർ. രാമൻ, ക്യാൻ ഐ ഗെറ്റ് എ ചോക്ലേറ്റ് ഐസ്ക്രീം ഫോർ യു? ഫാദർ എന്താണ് പറയുന്നത്? രാമൻ, നിനക്കായിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം പറയട്ടെ, മേടിക്കട്ടെ എന്ന് ചോദിക്കുന്നു. രാമൻ റിപ്ലൈഡ്, no papa, I do not want a chocolate ice cream. I want a strawberry ice cream. രാമൻ എന്താണ് റിപ്ലൈ ചെയ്യുന്നത്? വേണ്ട, എനിക്ക് എന്താണ് ചോക്ലേറ്റ് ഐസ്ക്രീം അല്ല എനിക്ക് വേണ്ടത്. ഐ വാണ്ട് എ സ്ട്രോബെറി ഐസ്ക്രീം. എനിക്ക് വേണ്ടത് എന്താണ്? സ്ട്രോബെറി ഐസ്ക്രീമാണ്. അപ്പോൾ രാമന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ്? സ്ട്രോബെറി ഐസ്ക്രീമാണ്. Father buys 1 strawberry ice cream and 2 chocolate ice creams. They all eat ice creams. എന്താണ് അപ്പോൾ ഫാദർ ഒരു സ്ട്രോബെറി ഐസ്ക്രീമും 2 ചോക്ലേറ്റ് ഐസ്ക്രീംസും വാങ്ങി അവരവിടെ നിന്ന് കഴിച്ചു. രാമൻ, താങ്ക് യു വെരി മച്ച് ഫോർ ബ്രിങ്ങിങ് മീ ടു ദ മാർക്കറ്റ്. ഐ ഹാഡ് എ ലവ്ലി ടൈം. രാമൻ എന്താണ്? രാമൻ താങ്ക്സ് പറയുവാണല്ലേ. താങ്ക് യു വെരി മച്ച് ഫോർ ബ്രിങ്ങിങ് മീ ടു ദി മാർക്കറ്റ്. എന്നെയും കൂട്ടി മാർക്കറ്റിലേക്ക് വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഐ ഹാഡ് എ ലവ്ലി ടൈം. മദർ, ഐ ടു എൻജോയ്ഡ് ഷോപ്പിംഗ്. എന്താണ്? എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. എന്താണ്? കൂടുതൽ എൻജോയ് ചെയ്തു എന്നാണ് മദറും പറയുന്നത്. ഫാദർ, ഐ തിങ്ക് ഇറ്റ് ഈസ് ടൈം ഫോർ ലഞ്ച്. ലെറ്റ്സ് ഗോ ബാക്ക് ഹോം. ഫാദർ എന്താണ് പറയുന്നത്? ഇനി എന്താണ്? ലഞ്ചിനുള്ള ടൈം, ലഞ്ച് ടൈമായി, നമുക്കിനി എന്താണ്? തിരികെ വീട്ടിലേക്ക് പുറപ്പെടാം എന്ന് ഫാദർ പറയുന്നു. ഓക്കെ ഓക്കെ, ടീച്ചർ ഒന്നുകൂടി വായിക്കുവാണ്. ലിസൺ ഹിയർ. ഫാദർ, രാമൻ, ക്യാൻ ഐ ഗെറ്റ് എ ചോക്ലേറ്റ് ഐസ്ക്രീം ഫോർ യു? രാമൻ, നോ പപ്പ, I do not want a chocolate ice cream. I want a strawberry ice cream. Father buys 1 strawberry ice cream and 2 chocolate ice creams. They all eat ice creams. Raman, thank you very much for bringing me to the market. I had a lovely time. Mother, I too enjoyed shopping. Father, I think it is time for lunch. Let's go back home. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഫാദർ രാമനോട് ചോദിക്കുന്നു, ക്യാൻ ഐ ഗെറ്റ് എ ചോക്ലേറ്റ് ഐസ്ക്രീം ഫോർ യു? ഞാൻ നിനക്കായിട്ടൊരു ചോക്ലേറ്റ് ഐസ്ക്രീം പറയട്ടെ എന്ന്. രാമൻ റിപ്ലൈഡ്, no papa, I do not want a chocolate ice cream. I want a strawberry ice cream. വേണ്ട പപ്പ, എനിക്ക് വേണ്ടത്
ചോക്ലേറ്റ് ഐസ്ക്രീം അല്ല, എനിക്ക് വേണ്ടത് സ്ട്രോബെറി ഐസ്ക്രീമാണ്. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ്? സ്ട്രോബെറി ഐസ്ക്രീമാണ് അല്ലേ. ദെൻ ഫാദർ ബൈസ് 1 strawberry ice cream and 2 chocolate ice cream. They all eat ice creams. അങ്ങനെ ഫാദർ എന്ത് ചെയ്യുന്നു? 1 strawberry ഐസ്ക്രീമും 2 ചോക്ലേറ്റ് ഐസ്ക്രീമും മേടിച്ച് അവരവിടെ കഴിക്കുന്നു. രാമൻ, താങ്ക് യു വെരി മച്ച് ഫോർ ബ്രിങ്ങിങ് മീ ടു ദി മാർക്കറ്റ്. ഐ ഹാഡ് എ ലവ്ലി ടൈം. രാമൻ എന്താണ്? താങ്ക്സ് പറയുവാണല്ലേ. അവനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് ഇത്രയൊക്കെ പർച്ചേസ് ചെയ്യിച്ചു, ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തതിന് താങ്ക്സ് പറയുവാണ്. മദർ, ഐ ടു എൻജോയ്ഡ് ഷോപ്പിംഗ്. അമ്മയ്ക്കും എന്താണ്? വളരെയധികം സന്തോഷമായി, ഷോപ്പിംഗൊക്കെ സന്തോഷപൂർവ്വം കഴിഞ്ഞു. ഫാദർ, ഐ തിങ്ക് ഇറ്റ് ഈസ് ടൈം ഫോർ ലഞ്ച്, ലെറ്റ്സ് ഗോ ബാക്ക് ഹോം. ഫാദർ ഇപ്പോൾ എന്താ പറയുന്നത്? ഇനിയിപ്പോൾ ലഞ്ച് ടൈം ആയി വരുന്നുണ്ട്, നമുക്കിനി വീട്ടിലേക്ക് പുറപ്പെടാം. ഓക്കെ, ഇവിടെ മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. ഷോപ്പിംഗ്, ഗോയിങ് ടു ദി ഷോപ്സ് ടു ബൈ തിങ്സ്. ഗോയിങ് ടു ദി ഷോപ്സ് ടു ബൈ തിങ്സ്. എന്താണ് ഷോപ്പിംഗ്? എന്താണ് മീനിങ്? നമ്മളൊരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്നത്, വേണ്ട ആവശ്യ സാധനങ്ങൾ മേടിക്കുന്നത് അല്ലേ, ഇതിനെയാണ് ഷോപ്പിംഗ്. ഗോയിങ് ടു ദി ഷോപ്സ് ടു ബൈ തിങ്സ്. ഹെൽത്തി, വെൽ ഇൻ മൈൻഡ് ആൻഡ് ബോഡി. ഹെൽത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യപരമായത്, ആരോഗ്യം, നല്ല ഗുഡ് ആയിട്ടുള്ള ആരോഗ്യമുള്ളത്. വെൽ ഇൻ മൈൻഡ് ആൻഡ് ബോഡി, ശരീരമായാലും മനസ്സുകൊണ്ടായാലും നമ്മളെപ്പോഴും വെല്ലായിട്ട്, നന്നായിട്ടിരിക്കുന്നതിനെയാണ് ഹെൽത്തി എന്ന് പറയുന്നത്. ഷോപ്പിംഗ്, ഗോയിങ് ടു ദി ഷോപ്സ് ടു ബൈ തിങ്സ്. Healthy, well in mind and body. Okay, all of you look at the blackboard. Listen here. To the market. ഇച്ചിരി ഹാർഡ് വേർഡ്സ് ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് വൺ, സ്ട്രോബെറി. ബ്രിങ്ങിങ്, എൻജോയ്, ഷോപ്പിംഗ്. ഫസ്റ്റ് വൺ, strawberry. 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 Next one, bringing. bring. Bringing. Bringing. Next one, enjoy. enjoyed. Enjoy. Last one, shopping. shopping. Okay. First one, strawberry. Bringing. Enjoy. Shopping. Okay. All of you take your notebooks. Hard words note load എഴുതാം. First one, strawberry. Bringing. Enjoy. Shopping. Strawberry. 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 Bringing. 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 Enjoyed. 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 Last one, shopping. 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 Strawberry. Bringing. Enjoyed. Shopping. 5 times neat ആയിട്ട് എഴുതി ടീച്ചറിന്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്ക് ഹിന്ദിയിൽ പഠിക്കേണ്ടത് ക്രിയാരൂപമാണ്. കേട്ടോ, എന്താണ് ക്രിയാരൂപമാണ്? ആക്ഷൻസ് ആണ്. ആക്ഷൻസ് എന്താണ്? ആക്ഷൻസ് UKG നിങ്ങൾ പഠിച്ചു അല്ലേ? ഓരോ ആക്ഷൻസ് ഏതൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഇംഗ്ലീഷിൽ ആക്ഷൻസ് പഠിച്ചു. എന്തൊക്കെയാണ്? പ്ലേയിങ്, റൈറ്റിംഗ്, റീഡിങ്, ഡ്രിങ്കിങ് അല്ലേ, സ്വിമ്മിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അത് നമുക്ക് ഹിന്ദിയിൽ പഠിക്കണം. അതിനെയാണ് ക്രിയാരൂപം എന്ന് പറയുന്നത്. ആ വേർഡ്സിനെയാണ് ക്രിയാരൂപം എന്ന് പറയുന്നത്. ആക്ഷൻ വേർഡ്സ് കേട്ടോ. ഓക്കെ, ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ലുക്ക് ഹിയർ. ക്രിയാരൂപ്. फर्स्ट वन, खाता है, उठता है, पीती है, सोता है, गाती है. Listen children, look here. खाता है എന്താണ്? eating. उठता है wake up ചെയ്യുക, എഴുന്നേൽക്കുന്നു അല്ലേ? पीती है drinking.
singing. അല്ലേ? Once more the reading, please listen. खाता है, उठता है, पीती है, सोता है, गाती है. Okay children, അപ്പോൾ നമ്മൾ പഠിച്ചത് വായിച്ചത് എന്താണ്? ആക്ഷൻ വേർഡ്സ് അല്ലേ? ആക്ഷൻ വേർഡ്സ് ആണ്. खाता है, उठता है, पीती है, सोता है, गाती है. ടീച്ചർ ടെക്സ്റ്റ് വായിച്ച് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ടെക്സ്റ്റ് വായിക്കണം, നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ ചിൽഡ്രൻ? All of you take your text and look. Lesson 8 क्रियारूप. देखिए सुनिए और दोहराइए. ക്രിയാരൂപ് ആക്ഷൻ വേർഡ്സ് ആണ്. നിങ്ങൾ UKG ക്ലാസ്സിൽ പഠിച്ചു എന്ന് ടീച്ചർ പറഞ്ഞു. ഓക്കെ പ്ലീസ് ലിസൺ ചിൽഡ്രൻ. ടെക്സ്റ്റ് പേജ് നമ്പർ 50. ഫസ്റ്റ് പിക്ചർ നോക്കിയേ. ലുക്ക് ദീസ് പിക്ചേഴ്സ്. ഓക്കെ let us reading. खाता है eating, उठता है get up, पीती है drinking, सोता है sleeping, जागती है awake, नाचती है dancing, गाती है singing, हंसता है laughing, पढ़ता है studying, चढ़ता है ക്ലൈംബിങ്, തോട്ടാ ഹെ ബ്രേക്സ്. എന്താണ്? പൂ പറിക്കുന്നതിനാണ് തോട്ടാഹെ എന്ന് പറയുക. ബ്രേക്സ്. ഖേൽത്താ ഹെ പ്ലേയിങ്. ഓക്കെ ചിൽഡ്രൻ? ഖാത്താ ഹെ, ഉഠ്താ ഹെ, പീती है, सोता है, जागती है, नाचती है, गाती है, हंसता है, पढ़ता है, चढ़ता है, തോട്ടാ ഹെ, ഖേൽത്താ ഹെ. ഓക്കെ ചിൽഡ്രൻ? നീറ്റായിട്ട് ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി വായിക്കണം കേട്ടോ. All of you take your notebook and write today's date and day. Lesson 8 क्रियारूप. खाता है eating, पीती है drinking, सोता है स्लीपिंग. അപ്പം 3 വേർഡ്സ് ഇപ്പോൾ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത വേർഡ്സ് തരാം. ഓക്കെ ചിൽഡ്രൻ? മനസ്സിലാക്കി എഴുതണം. खाता है eating, पीती है drinking, सोता है sleeping. 5 ടൈംസ് എഴുതണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ? ഓക്കെ എല്ലാവരും ഹാപ്പി ആയിരിക്കുകയാണല്ലോ അല്ലേ? ടെസ്റ്റ് പേപ്പർ എഴുതാനായിട്ട് ആണോ? ഓക്കെ നമുക്ക് ടെസ്റ്റ് പേപ്പർ ഏതാണ്? ലെസൺ പാഠം റൂംസ് ഇൻ എ ഹൗസ് അല്ലേ? ഏതാണ് ലെസൺ? റൂംസ് ഇൻ എ ഹൗസ് ടെസ്റ്റ് പേപ്പർ ആണ്. ടീച്ചർ ക്വസ്റ്റ്യൻസ് ഇടാൻ പോവുകയാണ്. എല്ലാവരും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് ആൻസർ ചെയ്ത് ടീച്ചറിൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് തരണം. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട് ടെസ്റ്റ് പേപ്പർ എഴുതണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബെസ്റ്റ് ഓഫ് ലക്ക്. Good morning children. How are you all? Fine. Did you have your breakfast? Yes. Are you ready for the class? Okay. Yesterday we celebrated Children's Day. ഇന്നലെ നമ്മൾ എന്താണ് ചിൽഡ്രൻസ് ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെന്താ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ലതായിരുന്നു. ഓക്കെ. Today we are going to learn computer. Last class we learned a lesson mouse. That lesson we learned the uses of mouse. ഹൗ ടു ഹോൾഡ് ദ മൗസ്, എങ്ങനെയാണ് നമ്മൾ മൗസ് ഹോൾഡ് ചെയ്യാനുള്ളത്. പിന്നെ എന്താണ് മൗസ് പാഡ് പഠിച്ചു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൗസ് പഠിച്ചു അല്ലേ. അപ്പോൾ ആ ലെസൺ കഴിഞ്ഞു. ഇനി എന്താണ്? ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ഉണ്ട്, നോട്ടുണ്ട്. നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. വി വിൽ ഡു ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ്. ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ എന്താ? ടിക്ക് ചെയ്യാനാണ്. ദ കമ്പ്യൂട്ടർ മൗസ് വാസ് ഇൻവെൻറ്റഡ് ഇൻ 1950, 1960 and 1970. The correct answer is 1960. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഏത് വർഷമാണ്? 1960ലാണ്. വാട്ട് ഗീവ്സ് എ സ്മൂത്ത് സർഫേസ് ടു ദ മൗസ്? മൗസിന് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് കൊടുക്കുന്നത് ഏത് സാധനമാണ്? മൗസ് ബട്ടൺസ്, സ്ക്രോൾ വീൽ, മൗസ് പാഡ്. കറക്റ്റ് ആൻസർ ഈസ് മൗസ് പാഡ്. നമ്മൾ പറഞ്ഞല്ലോ മൗസ് പാഡിൻ്റെ പുറത്ത് വെച്ചാണ് നമ്മൾ മൗസ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. ഈ മൗസ് പാഡാണ് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് കൊടുക്കുന്നത്. ആർക്കാ? മൗസിന്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് മൗസ് പാഡ്. ഹൗ മെനി ബട്ടൺസ് ഡസ് എ മൗസ് ഹാവ്?
മൗസിന് എത്ര ബട്ടൺസ് ആണുള്ളത്? 2, 4, 6. The correct answer is 2. Tick the option 2. എത്ര ബട്ടൺസ് ആണുള്ളത്? 2 ബട്ടൺസ് ആണുള്ളത്. A mouse has 2 buttons. Which part of a mouse is used to move an open file up or down? Which part of a mouse is used to move an open file up or down? നമ്മൾ ഓപ്പൺ ചെയ്തൊരു ഫയൽ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മൗസിൻ്റെ ഏത് പാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റൈറ്റ് ബട്ടൺ, ലെഫ്റ്റ് ബട്ടൺ, സ്ക്രോൾ വീൽ. ദ ആൻസർ ഈസ് സ്ക്രോൾ വീൽ. അപ്പോൾ ടിക്ക് ദ ആൻസർ സ്ക്രോൾ വീൽ. Okay. Next is write the ways to hold a mouse. എന്താണ് നമ്മൾ മൗസ് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്ന് നമ്മളിവിടെ എഴുതണം. അതാണ് എക്സസൈസ്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത് മൗസ്. ഹൗ ടു ഹോൾഡ് ദ മൗസ്. എങ്ങനെയാണ് മൗസ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്? കീപ് ദ മൗസ് ഓൺ ദ മൗസ് പാഡ്. എന്താ മൗസ് പാഡിലാണ് നമ്മൾ മൗസ് സൂക്ഷിക്കേണ്ടത്. പ്ലേസ് ദ പാം ഓൺ ദ മൗസ് ആൻഡ് ഹോൾഡ് ഇറ്റ് വിത്ത് ദ തംബ് ആൻഡ് ദ ലാസ്റ്റ് 2 ഫിംഗേഴ്സ്. നമ്മുടെ പാം എന്താണ്? പാം മൗസിൻ്റെ പുറത്തായിരിക്കണം. പിന്നെന്താ? തമ്പ്, നമ്മുടെ തമ്പും മൗസിൽ ടച്ച് ചെയ്യണം. അതുപോലെ ലാസ്റ്റ് 2 ഫിംഗേഴ്സും മൗസിൽ ടച്ച് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ മൗസ് പിടിക്കേണ്ടത്. ഹോൾഡ് ദ മൗസ് വെരി ലൈറ്റ്ലി. ലൈറ്റായിട്ടേ മൗസ് പിടിക്കാവുള്ളൂ, ഒരുപാട് ബലം കൊടുക്കാൻ പാടില്ല. പ്ലേസ് ദ ഇൻഡെക്സ് ഫിംഗർ ഓൺ ദ ലെഫ്റ്റ് ബട്ടൺ ആൻഡ് ദ മിഡിൽ ഫിംഗർ ഓൺ ദ റൈറ്റ് ബട്ടൺ. നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ലെഫ്റ്റ് ബട്ടണിലും അതുപോലെ നമ്മുടെ മിഡിൽ ഫിംഗർ റൈറ്റ് ബട്ടണിലും ആയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. എങ്ങനെയാണ് ഒരു മൗസ് ഹോൾഡ് ചെയ്യേണ്ടത് എന്ന സ്ഥലത്ത് നമ്മൾ ഇത് ഇത്രയും എഴുതണം. അപ്പോൾ ഇതൊരു ഹോംവർക്കാണ്. ഓക്കെ ചിൽഡ്രൻ, ദിസ് ഇസ് ദ ഹോംവർക്ക്. ഓക്കെ, join the dots and color the picture of mouse. Also label the buttons of the mouse given below. ഇവിടെ എന്താ മൗസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡോട്ട്സ് ജോയിൻ ചെയ്ത് മൗസ് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ ബട്ടൺസിൻ്റെ പേരുകൾ ലേബൽ ചെയ്യണം, ഇവിടെ എഴുതണം. അതുപോലെ എന്താണ് ഇത് കളർ ചെയ്യുകയും മൗസ് കളർ ചെയ്യുകയും വേണം. ഇതും നിങ്ങൾക്കുള്ളൊരു ഹോംവർക്കാണ്. നെക്സ്റ്റ് ഈസ് ആൻസർ ദ ഫോളോയിങ്. ഇത് നമുക്ക് നോട്ട്സ് നോക്കാം. നെക്സ്റ്റ് ഈസ് ഫൺ ആക്ടിവിറ്റി. ഗിവൺ below is a list of actions. Write the actions below the correct picture. ഇതാ കുറച്ച് ആക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ആക്ഷൻസ് വായിച്ച് നോക്കിയിട്ട് ഇവിടെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ദിസ് ഇസ് എ റിയൽ മൗസ് ആൻഡ് ദിസ് ഇസ് എ കമ്പ്യൂട്ടർ മൗസ്. അപ്പോൾ കറക്റ്റ് പിക്ചറിന് താഴെ എഴുതണം. ഇത് ടീച്ചർ പറഞ്ഞു തരൂല, ഇത് നിങ്ങൾ വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം ഇവിടെ എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഡിസ്കസ് ചെയ്യാം. Okay, go to the notebook. Answer the following. What is a computer mouse? A computer mouse is an input device. Who invented the mouse? Douglas Engelbart. Douglas Engelbart. He invented the mouse. What does the mouse pointer do? Mouse pointer is used to point an icon, file or folder on the monitor. What do you mean by double clicking? Double clicking is used to open a file or folder. Double clicking is used to open a file or folder. What do you mean by dragging and dropping? Dragging and dropping means to move an icon, file or folder from one place to another. എന്താണ്? ഒരു ഫയലോ ഒരു ഫോൾഡറോ ഐക്കണോ മോണിറ്ററിൽ ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡ്രാഗിങ് ആൻഡ് ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇതെന്താ നിങ്ങളുടെ നോട്ടിൽ എഴുതണം. എഴുതിയതിന് ശേഷം നന്നായിട്ട് പഠിക്കുകയും വേണം. ഓക്കെ ചിൽഡ്രൻ, ബൈ.